ദൈവത്തിൻ്റെ ദൂതന്മാരെ പറ്റിയും അവരുടെ പ്രത്യേകതകളെ പറ്റിയുമാണ് നാം ഒന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, കാഴ്ചയിൽ അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തെല്ലാം ദൂതന്മാർക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് ദൂതന്മാരോട് കമാൻഡ് ചെയ്യുവാൻ, ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാൻ സാധ്യമാണോ, നമ്മുടെ വാക്കിന് പ്രകാരം ചലിക്കുന്നവരാണോ ഏഞ്ചൽസ്, അതോ ദൈവത്തിൻ്റെ വാക്ക് മാത്രമേ ഏഞ്ചൽസ് കേൾക്കുന്നുള്ളൂ തുടങ്ങിയ വിഷയമാണ് നാം ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കുക, ദൂതന്മാർ എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയോ മൃഗങ്ങളെ പോലെയോ ഒന്നുമല്ല. അതൊരു ആത്മജീവിയാണ്, ഒരു സ്പിരിറ്റ് ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പിക്ചർ കൊണ്ടോ ഏതെങ്കിലും വീഡിയോ കൊണ്ടോ ഒന്നും നമുക്ക് ദൂതന്മാരെ വർണ്ണിക്കുവാനോ വിവരിക്കുവാനോ കഴിയുകയില്ല. ഇവിടെ ദൂതന്മാരെ പറ്റി ഞാൻ വിവരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പിക്ചർ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ദൂതന്മാരുടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ആണും പെണ്ണും ഒന്നുമില്ല. ദൂതന്മാർ ആത്മാവായതുകൊണ്ട് തന്നെ അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മത്തായി 22:30 നോക്കുക. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയും ആകുന്നു. അപ്പോൾ ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, ദൂതന്മാർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല, ദൂതന്മാരിൽ ആണും പെണ്ണും എന്നൊന്നുമില്ല. അവർ എപ്പോഴും ദൈവവുമായി അഭേദ്യമാകുന്നൊരു ബന്ധമുള്ളവരാണ്. ദൈവവുമായി ഡയറക്റ്റായിട്ട് ഒരു കണക്ഷൻ, ഒരു റിലേഷൻ ഉള്ളവരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. സ്വർഗീയ ദൂതന്മാർ എന്ന് പറയുമ്പോൾ, മാലാഖ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട്. ഉദാഹരണമായിട്ട് ഈ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ദൂതന്മാരായിട്ട്, മാലാഖയായിട്ട് വേഷമെടുത്തത് കൊച്ചു കുട്ടികളാണ്. കൊച്ചു കുട്ടികളിൽ 2 ഭാഗത്തായി കുഞ്ഞു ചിറകുകൾ വെച്ചായിരിക്കും. ആ ഒരു പിക്ചറാണ് ദൂതന്മാർ എന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്നത്. മറ്റൊരു കൂട്ടരുടെ മനസ്സിൽ വരുന്നത് ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലുള്ള ഒരു മാനുഷിക രൂപമുള്ള 2 വലിയ ചിറകുകളുള്ള ഒരു ഏഞ്ചലായിരിക്കും നല്ല ശതമാനം ആളുകളുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ദൂതന്മാർ എങ്ങനെ ഇരിക്കുമെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ദൂതന്മാരെന്ന് പറയുന്നത് ഈ വളരെ നിസ്സാരമാകുന്ന ഒരു ബലമില്ലാത്ത, ഒരു വലുപ്പം കുറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ പോലിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഏഞ്ചൽസ് എന്ന് പറയുന്നത്. എല്ലാ ദൂതന്മാർക്കും ഒരുപോലെ മാനുഷികമാകുന്ന ഒരു സ്ട്രക്ചർ അല്ല ഉള്ളത്. ദാനിയേൽ ദൂതനെ കാണുന്ന സമയത്ത് മരിച്ചവനെ പോലെ വീഴുകയാണ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ മറ്റൊരു ദൂതനെ കാണാൻ കഴിയും. ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. നോക്കുക, ദൂതൻ എന്ന് പറയുന്നത് വളരെ ശക്തരായിട്ടുള്ള ആത്മജീവികളാണ് ഏഞ്ചൽസ്. എന്നാൽ അവർ കാഴ്ചയിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വായിച്ച ഈ ഭാഗത്ത് ഏഞ്ചൽസിൻ്റെ രൂപം നിങ്ങൾ കേട്ട് കാണും. എന്നാൽ എല്ലാ ദൂതന്മാരും ഇതുപോലെയല്ല. ഓരോ സെക്ഷൻ ഏഞ്ചൽസും, ഓരോ കാറ്റഗറി ഏഞ്ചൽസും ഓരോ രൂപത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് വ്യത്യസ്തമാകുന്ന രൂപമാണുള്ളത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, വ്യത്യസ്ത കാറ്റഗറി ഏഞ്ചൽസ് ഉണ്ട്. ഉദാഹരണമായിട്ട് കെരൂബ്, സറാഫ്, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, പ്രധാന ദൂതന്മാർ, അങ്ങനെ പല കാറ്റഗറി ഏഞ്ചൽസ് തന്നെ ദൈവത്തിനുണ്ട്. നേരത്തെ ഞാൻ പരാമർശിച്ചതുപോലെ ദൂതന്മാർ എന്ന് പറയുന്നത് എല്ലാവരും മാനുഷിക രൂപത്തിലുള്ള, നമുക്ക് അറിയാവുന്ന, ഞാൻ ഈ പിക്ചറിൽ കാണിച്ചതുപോലുള്ള ഒരു ഏഞ്ചൽ അല്ല. പകരമായിട്ട് അവിടെ രൂപത്തെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമേ നമുക്ക് കെരൂബിനെ പറ്റി പഠിക്കാം. യെഹെസ്കേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും കെരൂബിനെ പറ്റി വളരെ മനോഹരമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും, അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിൻ്റെ പോലെയുമായിരുന്നു. മിനിക്ക് താമരം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിൻ്റെ കീഴായി മാനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. കെബാർ നദീ തീരത്ത് വെച്ച് യെഹെസ്കേൽ കാണുന്ന ഒരു ഏഞ്ചലിൻ്റെ രൂപമാണ് നാം അവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു രൂപസാദൃശ്യമാണ് ഈ ഏഞ്ചലിനുള്ളത്. ശ്രദ്ധിക്കുക, 4 മുഖങ്ങളുള്ള ഒരു ദൂതൻ, 4 ചിറകുകളുള്ള ദൂതൻ, മനുഷ്യ സാദൃശ്യം. അപ്പോൾ അർത്ഥം ഇതാണ്, മനുഷ്യരൂപത്തിലല്ലാത്ത ദൂതന്മാരുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ജീവികൾ എന്ന പദമാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഏഞ്ചലിൻ്റെ കാൽ ശ്രദ്ധിക്കുക, കാളക്കിടാവിൻ്റെ കുളമ്പ് പോലെയാണ് ഇതിൻ്റെ കാലുകൾ. അത് വളരെ മനോഹരമാണ്, അത് വളരെ ശോഭിക്കുന്ന ഒന്നാണ്. ഇനി ഈ ഏഞ്ചലിന് 4 മുഖങ്ങളാണുള്ളത്. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത് ഭാഗത്ത് സിംഹമുഖവും ഇടത് ഭാഗത്ത് കാളമുഖവും 4നും കഴുകമുഖവും ഉണ്ടായിരുന്നു. അപ്പോൾ 4 ജീവികളെ കാണുകയാണ്. 4 മുഖങ്ങളുള്ള ജീവി, 4 ചിറകുള്ള ജീവി. അപ്പോൾ ഓരോ മുഖവും ഓരോന്നിനും സദൃശ്യമാണ്. മുഖത്തിൻ്റെ ഒരു വശം കാളയുടെ മുഖമുള്ളതും, ഒരു വശം മാനുഷിക മുഖമുള്ളതും, ഒരു വശം കഴുകൻ്റെ മുഖവും, ഒരു വശം സിംഹത്തിൻ്റെ മുഖവുമുള്ള 4 വ്യത്യസ്ത മുഖങ്ങളുള്ള ഒരു ജീവി.
ആ ജീവിക്ക് 4 ചിറകുകൾ. ആ ജീവിയുടെ കാല് കാളയുടെ കുളമ്പ് പോലെ, അതിന് 4 ചിറകുകളുണ്ട്. അങ്ങനെ 4 ജീവികളെയാണ് യെഹെസ്കേൽ കാണുന്നത്. അതിൻ്റെ കാഴ്ച അതിഭയങ്കരമാണ്. താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യെഹെസ്കേലിൻ്റെ 10-ാം അധ്യായത്തിനകത്തും ഇതേ കെരൂബിനെ വീണ്ടും യെഹെസ്കേൽ കാണുകയാണ്. അതിൽ 12-ാം വാക്യം നോക്കുക. അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും 4-നുമുള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു. ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. കെരൂബ് എന്ന് പറയുന്ന ആത്മജീവിയാണ്, സ്പിരിറ്റ് ബീയിങ് ആണ്. നാം ഈ കാള എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കാളയുടെ മുഖവും സിംഹത്തിൻ്റെ മുഖമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അപൂർവ ജീവിയെ നമുക്ക് തോന്നും. നാം മനസ്സിലാക്കുക, അതിന് സദൃശ്യം എന്നേ പറയുവാൻ കഴിയത്തുള്ളൂ. യെഹെസ്കേൽ കാണുന്ന ആ കാഴ്ചയെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വർണ്ണിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭൂമിയിൽ കാണുന്ന ഒരു ജീവിയല്ല കെരൂബ് എന്ന് പറയുന്നത്. അത് സ്വർഗീയ ജീവിയാണ്, അത് സ്പിരിറ്റ് ബീയിങ് ആണ്. എന്നാൽ അതിൻ്റെ ഏകദേശ രൂപസാദൃശ്യം കാളയ്ക്കും സിംഹത്തിനും കഴുകനുമൊക്കെ സദൃശ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജീവികൾ മൂവ് ചെയ്യുന്നത് ചക്രങ്ങളുടെ 4 ഭാഗത്തും തിരിയുവാൻ കഴിയുന്ന ചക്രങ്ങൾ. അപ്പോൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സിംഹാസനവാഹികളാണ് ഈ കെരൂബുകൾ. അവിടെ കാഴ്ച ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ എങ്ങോട്ട് ചലിക്കണമെന്ന് ചിന്തിക്കുന്നുവോ ആ ഭാഗത്തേക്ക് തന്നെ ദൂതന്മാർ മൂവ് ചെയ്യുകയാണ്. ഒരിക്കലും ഈ കെരൂബിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഈ രൂപത്തിലുള്ള ഒരു ഏഞ്ചലാണ് കെരൂബ്. പ്രത്യേകം നോക്കുക, അതിൻ്റെ ചിറകളിലും കൈകളിലും ചുറ്റും കണ്ണുകളുള്ള, എങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ലാത്ത ശക്തനാകുന്ന ഒരു ഏഞ്ചലാണ് കെരൂബ്. മറ്റൊരു ദൈവത്തിന്റെ ദൂതനാണ് സറാഫ്. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നും. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. മറ്റൊരു ശ്രേഷ്ഠദൂതനാകുന്ന സറാഫീമിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കെരൂബുകൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ വഹിച്ചിരിക്കുന്നു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുമ്പോൾ ദൈവത്തിന് ചുറ്റുമായി നിൽക്കുന്ന 4 ജീവികളാണ് സറാഫീം. അതിന് 6 ചിറകുകളുണ്ട്. 2 ചിറകുകൾ കൊണ്ട് മുഖം മറയ്ക്കുന്നു, 2 കൊണ്ട് പാദം മറയ്ക്കുന്നു, 2 കൊണ്ട് പറന്നുകൊണ്ട് ആർക്കുന്ന ഈ സറാഫീമിനെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ യോഹന്നാനും കാണുകയാണ്. സിംഹാസന ചുറ്റും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കുക, കെരൂബിൻ്റെ 4 മുഖങ്ങൾക്കൊത്തവണ്ണമുള്ള 4 മുഖങ്ങളുള്ള 4 ജീവികളാണ് സറാഫി. അവിടെ ഓരോരുത്തരുടെ മുഖം നോക്കുക. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഏഞ്ചലിൻ്റെ മുഖമല്ല, പകരമായി കാളയുടെ മുഖസാദൃശ്യമുള്ള ഒരു സറാഫ്, സിംഹത്തിൻ്റെ മുഖമുള്ള ഒരു സറാഫ്, കഴുകൻ്റെ മുഖമുള്ള ഒരു സറാഫ്, മനുഷ്യരൂപമുള്ള ഒരു സറാഫ്. നോക്കുക, എല്ലാ ദൂതന്മാർക്കും ചിറകുകളുണ്ടോ? ഒരിക്കലുമില്ല. ചിറകില്ലാത്ത ഏഞ്ചൽസും ഉണ്ട്. ഞാനിവിടെ വർണ്ണിച്ചത് ദൈവത്തിൻ്റെ സിംഹാസനവുമായി അടുത്ത് നിൽക്കുന്ന ദൂതന്മാരാണ്. എന്തിനു വേണ്ടിയാണ് ദൂതന്മാർക്ക് ചിറകുകളുണ്ടെന്ന് അറിയാമോ? പറക്കുവാൻ വേണ്ടി മാത്രമല്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അടുക്കുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ട്, ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. അതിനെ ഒരു ദൂതന്മാർക്കും വഹിക്കുവാൻ കഴിയുകയില്ല. ഏറ്റവും അടുത്തായി നിൽക്കുന്ന, ഈ അടുത്ത് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് ആയി നിൽക്കുകയല്ല, വളരെ ദൂരത്തിൽ നിൽക്കുകയാണ്. ഭൂമിക്ക് വളരെ അടുത്തുള്ള ഒന്നാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ വളരെ അടുത്തിരിക്കുകയല്ല, വളരെ ദൂരമുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിലാണ് ഏഞ്ചൽസ് നിൽക്കുവാൻ കഴിയുന്നത്. അവർക്ക് അങ്ങനെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം തേജസ്സുള്ളതാണ് സിംഹാസനത്തിൽ നിന്നുള്ള കാഴ്ച, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ അല്പമെങ്കിലും അടുത്ത് നിൽക്കുന്നത് സറാഫുകളാണ്. അവർക്ക് 2 കൊണ്ട് മുഖം മറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പാദങ്ങൾ മറയ്ക്കുവാൻ 2 ചിറകുകൾ ആവശ്യമാണ്. 2 കൊണ്ട് പറക്കണം. എന്നാൽ കെരൂബ് സറാഫിനെക്കാളും അല്പം കൂടെ ദൂരെ നിൽക്കുന്ന ഏഞ്ചൽസ് ആണ്. അവർക്ക് 4 ചിറകുകൾ ആവശ്യമുള്ളൂ. ഇനി ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും അല്പം കൂടെ ഗ്യാപ്പ് ഇട്ട്
നിൽക്കുന്ന ദൂതന്മാരുണ്ട്. അവർക്ക് ഈ 2 ചിറകുകളാണുള്ളത്. ഉദാഹരണമായിട്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ കാണുമ്പോൾ അവർ 2 ചിറകുള്ള ഏഞ്ചൽസിനെ കാണുന്നുണ്ട്. ആ ചിറകുകൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും അവരുടെ മുഖത്തെ മറയ്ക്കുവാനുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ 2 പ്രധാന ദൂതന്മാരെ നമുക്കറിയാം. 1 ഗബ്രിയേൽ, 2 മീഖായേൽ. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. ഇവിടെ പ്രധാന പ്രഭുക്കൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഏഞ്ചലാണ് മീഖായേൽ. ദാനിയേൽ 8:16 ശ്രദ്ധിക്കുക. ഗബ്രിയേലെ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്ന് ഉലായി തീരത്ത് നിന്നും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അതേ പുസ്തകത്തിൽ തന്നെ നമുക്ക് മറ്റൊരു പ്രധാന ദൂതനാകുന്ന ഗബ്രിയേലിനെ കാണാൻ കഴിയും. ഈ ഗബ്രിയേൽ ആണ് മറിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷനായി നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രവചനം, യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ ദൈവിക സന്ദേശം അറിയിക്കുന്നത് ഗബ്രിയേലാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗബ്രിയേൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന ശ്രേഷ്ഠ ദൂതനും മീഖായേൽ യുദ്ധവീരനാകുന്ന ഒരു ശ്രേഷ്ഠ ഏഞ്ചലുമാണ് എന്ന് വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ വ്യത്യസ്തരാകുന്ന അനേകം ദൂതന്മാരെ, കരുത്തരാകുന്ന ഏഞ്ചൽസിനെ വെളിപ്പാട് പുസ്തകം വായിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ദൂതന്മാർക്കും ഓരോ രൂപമാണ്, വ്യത്യസ്തമാകുന്ന അധികാരങ്ങളാണുള്ളത്. എന്നാൽ മനുഷ്യരൂപത്തിൽ വരുന്ന ദൂതന്മാരുണ്ട്. അബ്രഹാമിന്റെ അരികിലേക്ക് ഗസ്റ്റുകളായി വരുന്ന ആ വ്യക്തികൾ അവർ ദൂതന്മാരായിരുന്നു. ലോത്തിന്റെ അരികിലേക്ക് ചെന്ന് ലോത്തിനെ സൊദോം ഗൊമോറ എന്ന് വിടിവിക്കുവാൻ സഹായിക്കുന്നത് മനുഷ്യരൂപമുള്ള ഏഞ്ചൽസ് ആണ്. അവരെ കണ്ടിട്ട് ആ ദേശവാസികൾക്ക് മനസ്സിലായത് ദൂതനാണെന്ന്. കാരണം സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവത്തോടു കൂടെ തന്നെ ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെടുവാൻ, വെളിപ്പെടുവാൻ സാധിക്കും. മനുഷ്യരൂപത്തിലല്ലെങ്കിലും ഭൂമിയിൽ മനുഷ്യരുമായി ഇടപെടുന്ന ദൂതന്മാർക്ക് ചിറകുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് അപ്പോസ്തലനാകുന്ന പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ദൂതന്മാരുണ്ട്. കൊർന്നല്യോസ് കൊണ്ട് ഏഞ്ചൽസ് ഉണ്ട്. അവർ കാണുന്ന ഏഞ്ചൽസിനൊന്നും ചിറകുള്ളതായി വിശദീകരിക്കുന്നില്ല. കാരണം ഇവിടെയുള്ള ഭൂമിയിൽ ആയിരിക്കുന്ന ഏഞ്ചൽസ് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും വളരെ വിദൂരതയിലായതുകൊണ്ട് തന്നെ അവർക്ക് ചിറകുകളുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, വളരെ വ്യത്യസ്തരാകുന്ന കോടാനുകോടി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദൂത സൈന്യമാണ് ദൈവത്തിനുള്ളത്. അവരെല്ലാം തികച്ചും ഒന്നിനോടൊന്ന് വ്യത്യസ്തരായിരിക്കും. ദൈവത്തെ വിളിക്കുകയാണ് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ. എന്ത് സൈന്യമാണത്? അത് ദൂത സൈന്യമാണ്. ഇനി ദൈവിക പ്രവർത്തനങ്ങളിൽ ദൂതന്മാർക്കുള്ള പ്രാധാന്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവൻ കൽപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ കൽപ്പനയെ നിവർത്തീകരിക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. വളരെ പ്രാധാന്യമാണ് ദൂതന്മാർക്ക് വേദപുസ്തകത്തിനകത്തുള്ളത്. യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അതിനെപ്പറ്റി പറയുകയാണ്. യേശുവിനെ കൊല്ലുവാൻ ഹെരോദാവ് ശ്രമിക്കുമ്പോൾ അതും ജോസഫിനോട് അറിയിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. യേശു കർത്താവിൻ്റെ ഫാസ്റ്റിംഗ് സമയത്ത്, ഉപവസിക്കുന്ന സമയത്ത് താൻ ക്ഷീണിതനായപ്പോൾ തന്നെ ബലപ്പെടുത്തിയതും ഒരു ഏഞ്ചലായിരുന്നു. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥനയിൽ തൻ്റെ വിയർപ്പുകൾ രക്തത്തുള്ളിയായി വീഴുന്ന ആ സന്ദർഭത്തിലും യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ വന്നത് ഒരു ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ വേളയിലും കല്ലുരുട്ടി മാറ്റിയതും അതിൻ്റെ മുകളിൽ കയറിയിരുന്നതും ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. മറിയോട് അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവൻ കയറിപ്പോയതുപോലെ വീണ്ടും വരും എന്ന് അരുളി ചെയ്തതും ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ മുഴുവനും ദൂതന്മാരുമായി വളരെ കണക്റ്റഡ് ആയിരുന്നു. എന്നാൽ ദൂതന്മാരെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ദൂതന്മാരിലൂടെ ആയിരുന്നു. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ കൊടുത്തതും അത്രേ. ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്തും അവിടെ ദൂതന്മാർ നിമിത്തമാണ് കൽപ്പന ദൈവം കൊടുക്കുന്നത്. എബ്രായലേഖനം വായിക്കുമ്പോൾ ദൂതന്മാർ നിമിത്തം അരുളി ചെയ്ത വചനം, ദൂതന്മാരുടെ നിയോഗത്തിലാണ് ന്യായപ്രമാണത്തെ പ്രാപിച്ചിരിക്കുന്നത്. ദൈവം ഭൂമിയിൽ ന്യായവിധി അയക്കുന്നതും തൻ്റെ ദൂതന്മാരിലൂടെയാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 1000 ആണ്ടേക്ക് സാത്താനെ ബന്ധിച്ചിടുന്നതും ഒരു ശ്രേഷ്ഠനാകുന്ന ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സകല ആത്മീയ വിഷയങ്ങളിലും അദൃശ്യമണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത മേഖലകളിൽ അനുദിനം അനുനിമിഷം
ദൂതന്മാർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയെ വഹിച്ചു കൊണ്ടുപോകുന്നത് സ്വർഗത്തിലെ ഏഞ്ചൽസ് ആണ്. മറുപടിയെ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉയർപ്പിനെ സഹായിക്കുന്നത്, സ്വർഗത്തേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് ദൂതന്മാരാണെന്നുള്ളത് ലൂക്കോസ് വിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കും. അടുത്തതായി ദൂതന്മാരുടെ ശക്തിയെപ്പറ്റി, അധികാരങ്ങളെ പറ്റിയാണ് കേൾക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിന്റെ മേൽ ഏഞ്ചൽസിന് ഒരു ശക്തിയുണ്ട്. കാറ്റിന്റെ മേൽ അധികാരമുള്ള ദൂതന്മാരുണ്ട്. കാറ്റിനെ നിയന്ത്രിക്കുന്നത്, കാറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഏഞ്ചലാണ്. വെള്ളത്തിൻ്റെ മേൽ അധികാരമുള്ള ജലാധിപതിയാകുന്ന ഏഞ്ചൽസ് ഉണ്ട്. സകല തരത്തിലുള്ള ജലത്തിൻ്റെ മേലും, നദിയാകട്ടെ, തോടാകട്ടെ, കടലാകട്ടെ, സകല നദിയുടെ മേലും വെള്ളത്തിൻ്റെ മേലും അധികാരമുള്ളത് ഒരു ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. അഗ്നിയുടെ മേൽ അധികാരമുള്ള ഏഞ്ചൽസിന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. സൊദോം ഗൊമോറയിൽ അഗ്നി ഇറക്കുമ്പോൾ അവിടെയും ഇറങ്ങുന്നത് ഈ അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. നക്ഷത്രങ്ങളുടെ മേലും പ്ലാനറ്റ്സിന്റെ മേലും ഒക്കെ പ്രപഞ്ചത്തിൽ മുഴുവനും അധികാരം ദൈവം നടത്തുന്നത് തൻ്റെ ദൂതന്മാരിലൂടെയാണ്. അപ്പോൾ ഓരോന്നും കർത്താവ് കൺട്രോൾ ചെയ്യുന്നത് അതിനകത്ത് അധികാരം ദൈവം കൊടുത്തിട്ടുള്ള ദൂതന്മാരിലൂടെയാണ്. നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലങ്ങൾ മുഴുവനും ദൈവം നിയന്ത്രിക്കുന്നത് ഏഞ്ചൽസിലൂടെയാണ്. അടുത്തതായി ഭൂമിയിലെ രാജ്യത്വങ്ങളുടെ മേലും രാജാക്കന്മാരുടെ മേലും അധികാര ദൂതന്മാർക്കുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം, ഒരു രാജ്യത്വം മാറി മറ്റൊരു രാജ്യത്വമാകുന്നതിന് ആദ്യമായി സംഭവിക്കുന്നത് ആത്മലോകത്തൊരു യുദ്ധമാണ്. സ്പിരിറ്റ് വേൾഡിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ് ഭൂമിയിൽ നടക്കുന്ന രാജ്യത്വ കൈമാറ്റം. സാമ്രാജ്യങ്ങളുടെ മേൽ അധികാരം ദൂതന്മാർക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തെ വെള്ളത്തിലേക്ക് എടുത്ത് കളയുന്നതിന് ശേഷമാണ് ബാബിലോൺ സമൂലമായി നശിക്കുന്നത്. ആത്മലോകത്ത് ദൂതൻ എന്ത് പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഭൗതിക ലോകത്തും രാജ്യത്വങ്ങളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് രാജാക്കന്മാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. കാരണം അദൃശ്യ ലോകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ചലിച്ചാൽ ദൃശ്യലോകത്ത് ഒരു മാറ്റം ഉറപ്പായും സംഭവിച്ചു. തുടർന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് കേൾക്കാം. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ യേശു പറഞ്ഞൊരു ഭാഗം കാണാൻ കഴിയും. ഈ ചെറിയതിൽ ഒരുത്തനെ തുച്ഛിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനാകുന്ന എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മനസ്സിലാക്കാം, ഈ ചെറിയ ഒരു കുഞ്ഞിൽ പോലും, ഒരു സാധാരണ വ്യക്തിയിൽ പോലും യേശുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ കൂടെ ഒരു സ്പെഷ്യൽ ഏഞ്ചലുണ്ട്. അവർക്കായി നിയമിക്കപ്പെട്ട ഏഞ്ചൽസ് ഉണ്ട്. അവരെല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ മുഖം കാണുന്നു. നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ആത്മജീവികളാണ്, അവർ ഭൗമികരല്ല. നിങ്ങളൊരു ചെറിയ ബാലനെ, ഒരു ശിശുവിനെ തുച്ഛീകരിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, നിങ്ങൾ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ഏഞ്ചലുണ്ട്. തീർച്ചയായിട്ടും ആ ഏഞ്ചൽ ദൈവത്തോട് അത് റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ഒരാളെ തുച്ഛീകരിക്കരുത് എന്നാണ് യേശുവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ദൂതന്മാർ ഉണ്ട്. നാം ജനിക്കുന്ന സമയം മുതൽ തന്നെ നമുക്ക് വിരോധമായി നമ്മളെ തകർക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മളെ ഇല്ലാതാക്കുവാൻ, ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളവാൻ പിശാച് ചില ദുരാത്മാക്കളെ അയക്കുന്നത് പോലെ ദൈവം നമ്മെ ദൈവിക പദ്ധതിയിൽ നടക്കുവാനും നിത്യത വരെ എത്തിക്കുവാനും നമ്മളെ സൂക്ഷിക്കേണ്ടതിനും ദൈവവും ഒരു സ്പെഷ്യൽ ഏഞ്ചൽസിനെ നമ്മുടെ കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നത് ആ ദൂതന്മാർ നമ്മെപ്പോലിരിക്കുമെന്നാണ്. ഉദാഹരണമായിട്ട് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർ ആരും വിശ്വസിക്കുന്നില്ല. അവർ പറയുകയാണ്, ഒരു പക്ഷേ പത്രോസിൻ്റെ ദൂതനായിരിക്കും. പത്രോസ് ജയിലിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുന്നതിനേക്കാളും അവർക്ക് എളുപ്പമായിട്ടുള്ളത് അതേ രൂപത്തിലുള്ള, അതേ ഭാവത്തിലുള്ള, അതേ വേഷത്തിലുള്ള പത്രോസിൻ്റെ ദൂതൻ വന്നു എന്ന് വിശ്വസിക്കുവാനാണ്. അപ്പോൾ ഏതെല്ലാം മേഖലയിലാണ് ദൂതന്മാർ നമ്മെ സഹായിക്കാറുള്ളത്? ആദ്യമായി ദൈവിക ആലോചനകളെയും ദൈവിക വിധികളെയും നമ്മെ അറിയിക്കുവാൻ ദൂതന്മാർ നമ്മളെ സഹായിക്കുന്നു. സെക്കറിയാവിനോട് നിന്റെ വാർദ്ധക്യ കാലത്ത് നിനക്കൊരു മകൻ ലഭിക്കുമെന്ന് പറഞ്ഞത് ദൂതനാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വന്തമായി മഹത്വം എടുത്ത ഹെരോദാവിന് മേൽ ന്യായം വിധിച്ചത് ഒരു ദൂതനായിരുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം ദൈവിക സന്ദേശങ്ങൾ, ദൈവിക പ്രവചനങ്ങൾ അറിയിക്കുവാൻ ദൂതന്മാർ വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. വഴി കാണിക്കുവാൻ, ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാൻ, എന്ത് നെക്സ്റ്റ് ചെയ്യണമെന്ന് തൻ്റെ ഭക്തന്മാരെ അറിയിക്കുന്നതിൽ ദൂതന്മാർക്ക് വലിയ പങ്കുണ്ട്. കൊർന്നല്യോസിനോട് യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിന്റെ പ്രസംഗം കേൾക്കുക എന്ന് അറിയിച്ചത് ഒരു ദൈവത്തിൻ്റെ ഏഞ്ചലാണ്. ഇസഹാക്കിന് തൻ്റെ ഭാര്യയെ കണ്ടെത്തുവാൻ എലയാസറിനെ സഹായിച്ചത് ഒരു ദൈവത്തിൻ്റെ ദൂതനാണ്. ഏലിയാവിനോട് രാജാവിനെ പോയി കാണുവാൻ പറഞ്ഞതും
പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തെടുത്തതും എല്ലാം സകലതും ദൈവത്തിൻ്റെ ഏജൻസ് ആയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ചില വാതിലുകളെ, വഴികളെ തുറക്കുവാൻ, ചില ഇൻസ്ട്രക്ഷൻസ് തരുവാൻ, ചില ദിശ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ദൂതന്മാർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ദൂതന്മാരുടെ മറ്റൊരു ദൗത്യമാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക, ദൈവത്തിൻ്റെ സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ദൈവത്തിൻ്റെ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ദൂതന്മാരുടെ ഒരു വലിയ ദൗത്യമാണ്. തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. 6:22 നോക്കുക. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞുവല്ലോ. 91 സംഘത്തിൽ പറയുകയാണ്, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഏഞ്ചൽസാണ്. വേദപുസ്തകത്തിൽ ഒട്ടനവധി വേദഭാഗങ്ങൾ തൻ്റെ ഭക്തന്മാരെ ദൂതന്മാർ സൂക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്തം 32 21 വാക്യം. ഇപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു, അവൻ അശ്ശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. ഒരു ദൂതൻ ഇറങ്ങി ആയിരക്കണക്കിന് ആളുകളെ സംഹരിക്കുകയാണ്. അപ്പോൾ ഒരു ദൂതൻ്റെ പവർ, ഒരു ദൂതൻ്റെ ശക്തി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളെ കാക്കുന്ന, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൂതൻ വളരെ ശക്തനാണ്. എല്ലാ വഴികളും നിങ്ങളെ കാക്കുവാൻ ബലമുള്ള, കരുത്തനാകുന്ന ഏഞ്ചലാണ് നമ്മോട് കൂടെ ഉള്ളത്. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു, ഞങ്ങളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു. ഒരു ദൂതനെ അയച്ച് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവനൊന്നും അസാധ്യമായിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി നിങ്ങളുടെ പല വിഷയങ്ങളും പരിഹരിക്കപ്പെടുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങൾക്ക് വാതിലുകളെ തുറക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തേക്ക് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഉള്ളതുപോലെ തന്നെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ സഹായിക്കുന്നത് ദൂതന്മാരാണ്. രോഗികളെ സൗഖ്യമാക്കുവാൻ സഹായിക്കുന്നത് സൗഖ്യത്തിൻ്റെ ഏഞ്ചൽസ് ആണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഗദർദേശത്തേക്ക് പോവുകയും ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ, ഏകദേശം 6000 ഭൂതങ്ങളുള്ള ഒരു മനുഷ്യനോട് ആ ദുരാത്മാവോട് കൽപ്പിക്കുകയാണ് അവനെ വിട്ടുമാറുവാൻ. എന്നാൽ ആ ദുരാത്മാക്കളെല്ലാം കൂടെ ചേർന്ന് പറയുകയാണ്, ഞങ്ങൾ 6000 പേരുണ്ട്, നീ ഒരുവനേ ഉള്ളൂ, ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ സ്ട്രൈക്ക് എടുത്തില്ല. അവരാരും ദൈവത്തോട്, യേശുവിനോട് എതിർത്ത് നിന്നില്ല. പകരമായി യേശു പറഞ്ഞ ഉടനെ തന്നെ അവർ ആ മനുഷ്യനെ വിട്ട് പന്നിക്കൂട്ടത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടു പോയത്? യേശു കർത്താവ് എപ്പോഴാണോ ആ മനുഷ്യനെ വിട്ടുപോകാൻ പറഞ്ഞത്, ആ നിമിഷം തന്നെ തൻ്റെ കൂടെയുള്ള ദൂത സൈന്യം ആക്രമിക്കുമെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. കാരണം കർത്താവ് രാജാതി രാജാവാണ്, കർത്താവ് അധികാരമുള്ളവനാണ്. എന്തിൻ്റെ മേൽ? ഏഞ്ചൽസിൻ്റെ മേൽ അധികാരം. വെള്ളത്തിൻ്റെ മേൽ അധികാരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ്. അഗ്നിയുടെ മേൽ അധികാരം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു കർത്താവ്. അപ്പോൾ യേശു കർത്താവ് പുറത്തു പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പട്ടാള മേധാവിയുടെ കമാൻഡ് പോലെ, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന്റെ കമാൻഡ് പോലെ ആക്രമിക്കുക, പുറപ്പെടുക എന്നൊരു പദം ഒരു അധികാരിയുടെ വായിൽ നിന്നും പുറപ്പെടുമ്പോൾ ഒരു സൈന്യം പുറപ്പെടുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ അധികാരമുള്ള ദൈവത്തിൻ്റെ ജനം ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ. കാരണം യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ അധികാരം ഞാൻ ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ചില ആളുകൾ പറയും നമുക്ക് യാതൊരു അധികാരവുമില്ല എന്ന്. മനസ്സിലാക്കുക, നമുക്ക് കർത്താവ് നിൽക്കുന്ന ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത്, കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ. നോക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ അധികാരങ്ങളെല്ലാം നമ്മിലൂടെ ചലിക്കും. ദൂതന്മാർ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ സേവകാത്മാക്കൾ, ദൈവത്തിൻ്റെ സെർവൻസ് ആണ്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ അധികാരം വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ ദൂതന്മാരെയും ഭരിക്കുവാൻ കഴിയുമോ എന്നൊരു വിഷയമാണ്. ദൂതന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കഴിയുമോ? ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണ്, കെരൂബേ വേഗത്തിലിറങ്ങി എൻ്റെ മുറിയിലേക്ക് വാ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനം ഇട്ട് കെരൂബ് ഇറങ്ങി വരുമോ? സറാഫിനോടോ മീഖായനോടൊക്കെ നമ്മൾ കൽപ്പിച്ചാൽ അവർ അനുസരിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാ ഹൃദയത്തിനകത്തുണ്ട്. തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, ദൈവം അയക്കുന്ന ദൂതന്മാരുണ്ട്, നമ്മുടെ കൂടെയുള്ള ദൂതന്മാരുണ്ട്, നമ്മുടെ ശുശ്രൂഷയ്ക്കായുള്ള ഏഞ്ചൽസ് ഉണ്ട്. എബ്രായ ലേഖനം 1-13 വാക്യം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതവീണമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കും
ചെയ്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അപ്പോൾ ഏഞ്ചൽസിനെ പറ്റി പറയുകയാണ് രക്ഷ പ്രാപിക്കാനുള്ളവർ. അതാരാണ്? നമ്മൾ. നമ്മുടെ ശുശ്രൂഷയ്ക്കായി, നമ്മളെ സെർവ് ചെയ്യുവാനായി, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായി, നമ്മുടെ സെർവൻസായിട്ട് അയച്ചിരിക്കുന്ന സേവക ആത്മാക്കളാണ് ഏഞ്ചൽസ്. എന്ന് പറഞ്ഞാൽ കെരൂബും സറാഫും ഒക്കെ നമ്മുടെ സേവകാത്മാക്കളാണോ? ഒരിക്കലുമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ഉണ്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഏഞ്ചൽസ്. അത് കെരൂബ്, സറാഫ് തുടങ്ങിയ ഏഞ്ചൽസുകളൊക്കെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ്. ഇനി ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ആവശ്യമുള്ളപ്പോൾ ദൈവം അയക്കുന്ന ഏഞ്ചൽസുകളുണ്ട്. ഉദാഹരണമായിട്ട് മിഖായേൽ, ഗബ്രിയേൽ, ഇവരൊക്കെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പുറപ്പെടുന്നവരാണ്. ഇത്തരം ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ് നിൽക്കുന്ന ദൂതന്മാരോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാനോ കൽപ്പിക്കുവാനോ നമുക്ക് സാധ്യമല്ല. പകരമായി നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്, അവരോട് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാൻ സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ്. എന്തിൻ്റെ മേലാണ് അധികാരം? നമുക്ക് അധികാരമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരായി ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ അകത്ത് കിടക്കും, പോലീസുകാർ അവിടെ തന്നെ കാണും. ഏതെങ്കിലും ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ദൈവത്താൽ അധികാരം പ്രാപിച്ചവനാണ് എന്നും പറഞ്ഞ് അവിടെ ഏതെങ്കിലും വിഷയം ഉണ്ടാക്കിയാൽ നമ്മെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പം നമുക്ക് അധികാരമുള്ളത് ഈ തരത്തിലുള്ള വ്യക്തികളോടൊന്നും അല്ല. പകരമായി സ്വർഗീയ മണ്ഡലങ്ങളിൽ, സ്പിരിറ്റുവൽ നമുക്ക് അധികാരമുണ്ട്. ആരുടെ മേൽ? എന്തിൻ്റെ മേൽ? ദൈവത്തിൻ്റെ മേലാണോ? ഒരിക്കലുമല്ല. പകരമായി ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ദൂതന്മാരുടെ മേൽ നമുക്ക് അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു ദുരാത്മാവ് ബാധിച്ച വ്യക്തിയോട് അഭിഷേകമുള്ളൊരു വ്യക്തി പറയുകയാണ് ആ വ്യക്തി വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ ആ ദുരാത്മാവ് ആ വ്യക്തി വിട്ടുമാറണം. കാരണം ഈ പറഞ്ഞ വ്യക്തിയുടെ മസിൽ പവറോ അല്ലെങ്കിൽ അറിവോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, സ്ഥാനമാനോ ഒന്നും കണ്ടിട്ടല്ല. പകരമായി അധികാരമുള്ള അഭിഷേകമുള്ളൊരു വ്യക്തി പറയുമ്പോൾ അവനെ സഹായിക്കുന്ന ഒരു ദൂത സൈന്യമുണ്ട് എന്ന് പിശാചിനറിയാം. അപ്പോൾ ദുരാത്മാവോട് വിട്ടുമാറുക എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ആരോട്? ഏഞ്ചൽസിനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് പുറപ്പെട്ട് ആ ദുരാത്മാവിനെ ആക്രമിക്കുവാൻ. രോഗികളുടെ മേൽ അധികാരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? രോഗമിടുന്ന ദുരാത്മാക്കളെ പുറത്താക്കുവാൻ സാധ്യമാണ്. എങ്ങനെ? അഭിഷേകമുള്ളവൻ്റെ കൂടെ ദൂതന്മാർ കാണും. രോഗത്തോട് സൗഖ്യമാകുവാൻ കൽപ്പിക്കുമ്പോൾ ദൂതന്മാർ പുറപ്പെട്ട് ആ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങളെ ബന്ധിക്കുവാനിടയായിത്തീരും. നേരത്തെ പറഞ്ഞതിന് മറ്റൊരു ഉദാഹരണം ശ്രദ്ധിച്ച്, ഇവിടെയുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ പറയുകയാണ് നാളെ മുതൽ എല്ലാവരും മാസ്ക് വെക്കണം അല്ലെങ്കിൽ കടകൾ അടയ്ക്കണം എന്ന് പറയുമ്പോൾ കടകൾ പോലീസുകാർ വന്ന് അടപ്പിക്കും. ഈ ഇവിടെയുള്ള കേരള പോലീസിൻ്റെ മേൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് എന്ന് കരുതി ഒരിക്കലും കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ബ്ലാക്ക് ക്യാറ്റ്സിനോട് ഒരിക്കലും ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൽപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം തൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണ് അവർ. അവിടെയുള്ള കേന്ദ്ര പോലീസിനോടോ പട്ടാളത്തിനോടോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൽപ്പിക്കുവാൻ കഴിയത്തില്ല. കൽപ്പിച്ചാലും അവർ അനുസരിക്കുകയുമില്ല. കാരണം അത് പ്രധാനമന്ത്രിക്ക് കീഴിൽ പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സേനയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ ഏഞ്ചൽസിനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന സേവകാത്മാക്കളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാൻ നമുക്ക് സാധ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വചനം പ്രഖ്യാപിക്കുമ്പോൾ, നമ്മൾ വചനം ഉറക്കെ പറയുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ ദൂതന്മാർ ശക്തമായി ചലിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഇനി എങ്ങനെ നമുക്ക് ഈ ഏഞ്ചൽസിനെ ആക്റ്റീവാക്കാം? മനസ്സിലാക്കുക, ഏഞ്ചൽസിനെ ആക്റ്റീവാക്കാനായിട്ട് ഏഞ്ചൽസിൻ്റെ പുറകെ പോകണമെന്നില്ല. ദൂതന്മാർ ആരാധിക്കുന്ന, ദൂതന്മാർ വർഷിപ്പ് ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുക. ദൂതന്മാരെ അല്ല നാം ആരാധിക്കാനുള്ളത്, ദൂതന്മാരോടൊപ്പം ദൈവത്തെ ആരാധിക്കുക. വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് രക്ഷ വരുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാരെ ചലിപ്പിക്കുവാൻ, ആക്റ്റീവാക്കുവാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക, അത് അധരം കൊണ്ട് ഏറ്റുപറയുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നാം പ്രാർത്ഥിക്കുന്ന നിമിഷം ദൈവം തന്നെ സ്വദൂതനെ അയച്ച് നമ്മെ വിടുവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏഞ്ചൽസ് ആക്റ്റീവാകും. നമ്മൾ ആരാധിക്കുമ്പോൾ ദൂതന്മാർ ആക്റ്റീവാകും. നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ നിമിഷമെല്ലാം ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ഹൈലി ആക്റ്റീവാണ്. നമ്മൾ വിശ്വസിച്ച് കൊണ്ട് പറയുന്ന വിഷയങ്ങളുടെ മേൽ ദൂതന്മാർ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഏകരല്ല. ദൈവം
നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദൈവം ഒറ്റയ്ക്കല്ല, ഒരു ദൂത സൈന്യം അദൃശ്യമണ്ഡലത്തിൽ ഒരു വ്യക്തികൾക്കും ഒരു ശക്തികൾക്കും തടുക്കുവാൻ കഴിയാതെ വണ്ണമുള്ള തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ ദൂതന്മാർ നിങ്ങളോടൊപ്പമുണ്ട്. ആ ദൂതന്മാർ രാപ്പകൽ ആരാധിക്കുന്ന സർവശക്തിയുള്ള സർവമഹത്വത്തിൻ്റെ ഉടയവനാകുന്ന സർവജ്ഞാനിയാകുന്ന ദൈവം നിങ്ങളുടെ പിതാവാണ്. ഭയക്കാതെ മുന്നോട്ട് തന്നെ പോവുക. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ്.